നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വന്ദനയും ജഗനും ഒന്നും കഴിച്ചിട്ട് പോലും ഇല്ല. ആണോ? മതി സുമേ, ഞാൻ നിന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നിട്ട് എപ്പോഴെങ്കിലും അടുക്കളയിൽ കയറിയ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഇത് മതി. അമ്മേ, ഞാൻ ജിതേട്ടനെ കുറിച്ച് പറഞ്ഞത് വെറും തമാശക്കാ. ഭാര്യയുടെ മനസ്സിലല്ലോ അമ്മയ്ക്ക്. അമ്മയ്ക്ക് മക്കൾ എല്ലാരും തുല്യരാ. അവിടെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. മക്കളിൽ ഒരാൾ പട്ടിണി കിടക്കുമ്പോ ഒരമ്മയ്ക്കും ആഹാരം ഇറങ്ങില്ല. അപ്പൊ അതാണ് കാര്യം. ഞാൻ ഊഹിച്ചു. പ്രത്യേകിച്ചും ഇളയ മകൻ വിശന്നിരിക്കുമ്പോ അമ്മയ്ക്ക് ആഹാരം ഇറങ്ങില്ല. ജഗനെയും വന്ദനയും കൂടെ ആഹാരം കഴിക്കാൻ വിളിച്ചോട്ടെ. മിണ്ടിപ്പോരുത്. മിണ്ടിയ നിന്റെ കരണം പൊളിക്കും ഞാൻ. ഒരമ്മയും മകനും. അവൻ ആ നഷ്ടവളുടെ കഴുത്ത് താലി കെട്ടിയപ്പോ ഓർത്തില്ലല്ലോ ഇങ്ങനൊരു അമ്മയെ. എന്നിട്ട് അവന് വേണ്ടി വക്കാലത്തുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. എടി, ഈ കുടുംബത്തിലെ മുടിയനായ പുത്രനാണവൻ. ഈ ലക്ഷണം നടക്കുന്ന സമയത്ത് അച്ഛനെ പോലെ ഒരാളോട് ജഗനിങ്ങനെ കാണിക്കരുതായിരുന്നു. സ്വന്തം ഭാവി ഇല്ലാതാക്കിയത് പോട്ടെ, അച്ഛന്റെ സ്ഥാനത്തെക്കുറിച്ച് അവൻ ആലോചിക്കണമായിരുന്നു. പാർട്ടി ഘടകങ്ങളിൽ വരെ ജഗന്റെ കല്യാണ ചർച്ച വിഷയമായി. അവനെ കഴുത്തിന് പിടിച്ച് പുറത്തെറിയാൻ കഴിയാഞ്ഞിട്ടല്ല. ഈ സമയത്ത് ചാനലുകൾക്ക് ഫ്രീ ആയിട്ടൊരു വാർത്ത കൊടുക്കണ്ടെന്ന് കരുതിയിട്ട് മാത്രമാണ്. ഈ വീട്ടിൽ ഇനി അവനും അവൾക്കും വേണ്ടി ആരെങ്കിലും സംസാരിച്ചാൽ അവരുടെ സ്ഥാനം ഈ വീടിന്റെ പടിക്ക് പുറത്താണ്. അതിനി ഭാര്യയാണെങ്കിലും അതെ, മക്കളാണെങ്കിലും അതെ. നിന്നോടുകൂടി ചേർത്താ പറയുന്നത്. അച്ഛാ, അമ്മയ്ക്ക് ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അച്ഛൻ സന്തോഷമായിട്ട് ആഹാരം കഴിക്കായിരുന്നില്ലേ? അതിനിടയിൽ എന്തിനാ ജഗന്റെ കാര്യം വലിച്ചിട്ടത്? പാവം വന്ദന, ഒന്നും കഴിച്ചിട്ടില്ല. എന്തെങ്കിലും എടുത്തു കൊടുക്കാം. ഈ പാത്രത്തിലൊന്നും ഒന്നുമില്ലല്ലോ. ചിലപ്പോ ഫ്രിഡ്ജിൽ കാണും. ചൂടാക്കി കൊടുക്കാം. ഇതിനകത്തൊന്നും ഒന്നുമില്ലല്ലോ. ദോശമാവുണ്ട്. ദോശ ചൂടാം. അയ്യോ, എന്താ മോനെ, കൈപൊള്ളിയോ? അമ്മ നോക്കട്ടെ. അമ്മേ, സാരില്ല.
ചെറുതായിട്ടൊന്ന് പൊള്ളിയതേ ഉള്ളൂ. നോക്ക്, നന്നായിട്ട് പൊള്ളിയല്ലോ മോനെ. നീ എന്തിനാ അറിഞ്ഞുകൂടാത്ത പണിയൊക്കെ ചെയ്യാൻ പോന്നേ? വന്നരൊന്നും കഴിച്ചിട്ടില്ലമ്മേ. വന്ദന കഴിച്ചിട്ടില്ല, പക്ഷേ നീ എന്തെങ്കിലും കഴിച്ചോ? വന്ദന കഴിക്കാത്തോണ്ട് നീയും അങ്ങ് പട്ടിണി കിടക്കുവാണോ? പെറ്റ വയറിന് ഒരു മക്കളെയും തള്ളിക്കളയാനാവില്ല. നിനക്ക് അമ്മ എത്രമാത്രം ഇഷ്ടമാണോ അതിന്റെ 10 ഇരട്ടി ഇഷ്ടമാണോ എനിക്ക് നിന്നെ. ഇവിടുത്തെ സാഹചര്യമൊക്കെ നിനക്കറിയാലോ. നിന്റെ അച്ഛനൊരു മുരടനായി പോയി. വാശിക്കാരത്തി പിന്നെ നീ ഒട്ടും മോശമൊന്നും അല്ലല്ലോ. അതെങ്ങനെയാ? അച്ഛന്റെ സ്വഭാവമല്ലേ നിനക്കും കിട്ടിയിരിക്കുന്നേ. അച്ഛന്റെ മനസ്സില് വന്ദനെ ഇങ്ങോട്ട് സ്വീകരിച്ചു കൊണ്ടുവന്നതിനുള്ള ദേഷ്യം അതങ്ങ് പോകെ പോകെ മാറൂടാ. അതുവരെ നീയും വന്ദനയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അമ്മയ്ക്ക് അച്ഛന്റെ മുമ്പിൽ വെച്ച് സ്നേഹം കാണിക്കുന്നതിൽ ഒരു പരിധി ഉണ്ടടാ. അതുകൊണ്ട് മോനമ്മയുടെ ദേഷ്യമൊന്നും തോന്നരുത്. ഇല്ല എന്റെ അമ്മേ, എന്റെ അമ്മ എനിക്കറിഞ്ഞൂടെ. കണ്ണു തുടക്കേ. എനിക്കത് മതി. റൂമില് വെള്ളം തീർന്നാൽ ഫ്ലാസ്കിൽ നിറച്ചു വെക്കണം. ഞാൻ എപ്പോഴും പറയണോ സുമേ? ഇതെന്താ ഒരു സെന്റിമെന്റൽ സീൻ? അതെ, ചൂടുവെള്ളം തീർന്നു, ഒന്ന് നിറച്ചു വെക്കണമെന്ന് അറിയില്ലേ സുമേ നിനക്ക്? ചില വെള്ളം എടുക്ക. ഈ ദോശയൊന്ന് ചുട്ടുകൊടുത്തിട്ട് ഞാൻ വെള്ളം കൊണ്ടുവരാം. രാഷ്ട്രീയ പ്രവർത്തകൻ, യുവജന നേതാവ്. അപ്പോ അടുക്കളയിൽ കയറി തുടങ്ങിയല്ലേ? ഹെടി, ഇന്ന് വരെ അടുക്കളയിൽ കയറാത്തവനാണിവൻ. ഒരാച്ചി വന്നതോടെ അടുക്കളയിൽ കയറി തുടങ്ങി. അടിപൊളി അടിപൊളി. വന്ദനയും ജഗനും ഒന്നും കഴിച്ചിട്ട് പോലും ഇല്ല. ആണോ? മതി സുമേ, ഞാൻ നിന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നിട്ട് എപ്പോഴെങ്കിലും അടുക്കളയിൽ കയറിയ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഇത് മതി. അതെ മോനെ, ഒരു നേരം പട്ടിണി കിടന്നു എന്ന് വെച്ചിട്ട് ആരും ചത്തുപോയ ചരിത്രം ഈ ലോകത്തിലില്ല. പ്രത്യേകിച്ച് പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കിടന്നിട്ടുള്ളവർക്ക് ഇതൊക്കെ ശീലമായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.